CPI മന്ത്രിമാർ ക്യാബിനറ്റിൽ ബഹിഷ്കരിക്കില്ല. CPI മന്ത്രിമാർ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കുമെന്ന നിർണായക തീരുമാനം CPI കൈക്കൊണ്ടിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് PM ശ്രീ പദ്ധതിയിൽ നിന്ന് തൽക്കാലം പിന്നോട്ട് എന്ന രാഷ്ട്രീയ തീരുമാനം CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അത് കൃത്യമായി ആശയവിനിമയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശേഷം CPIയുടെ ഭാഗത്തു നിന്ന് സുപ്രധാനമായ തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് യോഗത്തിനെ അറിയിച്ചിട്ടുണ്ട് CPM രാഷ്ട്രീയ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശേഷം ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കും CPI എന്നുള്ള തീരുമാനം CPIയുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാവുകയാണ്. അങ്ങനെ വലിയൊരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് താൽക്കാലികമായെങ്കിലും പരിഹാരമുണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാബിനറ്റ് യോഗം CPI ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഒരു ബഹിഷ്കരണത്തിലേക്ക് CPI പോവുകയാണ് എങ്കിൽ അത് വലിയ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക്, വലിയ അനിശ്ചിതത്വത്തിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനു മുൻപ് CPM സുപ്രധാനമായ രാഷ്ട്രീയ തീരുമാനം കൈക്കൊണ്ടു. PM ശ്രീ പദ്ധതിയുമായി തൽക്കാലം മുന്നോട്ടില്ല, അതൊന്ന് മരവിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പിന്നാലെ ആ കാര്യം കൃത്യമായി CPI ധരിപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാം. അതോടുകൂടി CPIയും സമവായത്തിന്റെ പാതയിലേക്ക് വരികയാണ്. ക്യാബിനറ്റ് യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കും. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, CPI നേതാക്കളുമായി ആരാണ് സംസാരിച്ചത്? എങ്ങനെയാണ് ഈ തീരുമാനം, എങ്ങനെയാണ് ക്യാബിനറ്റ് യോഗത്തിലേക്ക് പങ്കെടുക്കാനുള്ള തീരുമാനം CPIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? മധു, കഴിഞ്ഞ 9 വർഷത്തിനിടെ ഇടതുമുന്നണി അഭിമുഖീകരിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. കാരണം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനത്തിലേക്ക് CPI മന്ത്രിമാർ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ രാവിലെ മുതൽ തന്നെ കണ്ടതാണ് ഈ CPIയുടെയും CPMന്റെയും നേതൃയോഗങ്ങൾ പുരോഗമിക്കുകയായിരുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി തന്നെ നേതൃത്വം നൽകുന്ന ഒരു യോഗമാണ് ഇന്ന് AK സെന്ററിൽ നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു. ഈ CPI മന്ത്രിമാർ മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ CPI സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ച ആശങ്കകൾ ഇന്ന് CPM വീണ്ടും പരിഗണിച്ചു. ഒപ്പം തന്നെ CPI ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ എടുത്ത ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനം ഈ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കണം എന്നുള്ളതാണ്. കാരണം CPI ഈ ആശങ്കകൾ CPMനെ അറിയിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും പല ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി CPIയും തയ്യാറായി എന്നുള്ളിടത്താണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമായത്. CPI തുടക്കം മുതൽ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് രാഷ്ട്രീയത്തിനപ്പുറം നിലപാടിന്റെ, കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ ഉൾപ്പെടെ അവർ വിമർശിച്ച കാര്യത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഒരു ഇടതു നയമാറ്റം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് CPI തുടക്കം മുതൽ തന്നെ പറഞ്ഞത്. അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് CPM ഇന്ന് ചേർന്നിരിക്കുന്ന നേതൃയോഗത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ CPIയുടെ സംസ്ഥാന നേതാക്കളും ആയിട്ട് കൂടിയാലോചനകൾ നടത്തി, ഫോണിലൂടെ സംഭാഷണങ്ങൾ നടത്തി. അതിനൊടുവിലാണ് ഇത്തരത്തിലുള്ള ഉപാധികൾ മുന്നോട്ട് വെച്ചത്. ഇന്ന് നേരിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത ഉണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യം CPM ആലോചിച്ചിരുന്നത്. പക്ഷേ എന്നാൽ അതില്ല. ഫോണിലൂടെ തന്നെ ഇത്തരത്തിലുള്ള ഉപാധികൾ CPMന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അത് CPI അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുന്നത്. CPM മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഉപാധി എന്നുള്ളത് താൽക്കാലികമായി സർക്കാർ തലത്തിൽ നടത്തുന്ന PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ താൽക്കാലികമായി മരവിപ്പിക്കാം. LDF യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്ത ശേഷം, മറ്റ് ഘടകകക്ഷികളെ കൂടി കേട്ട ശേഷം, CPIക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് കേട്ട ശേഷം ഇനി തുടർ നടപടികൾ സ്വീകരിക്കാമെന്നൊരു നിലപാടാണ് CPMന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സാധാരണഗതിയിൽ ഒരു LDF യോഗം വിളിക്കുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന കാര്യമാണ്. അവരുടെ മുന്നണി സംവിധാനം അത്തരത്തിൽ ദൃഢമാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇടതുമുന്നണി വിളിക്കണമെന്ന് CPIയുടെ ഭാഗത്തു നിന്നും കത്ത് നൽകിയിട്ട് പോലും ഇന്നാണ് യഥാർത്ഥത്തിൽ ഒരു തീരുമാനം ഘടകകക്ഷികളിലേക്ക് ഇടതുമുന്നണി കൺവീനർ അറിയിക്കുന്നത്. 2-ാം തീയതിയാണ് ഇടതുമുന്നണി യോഗം ചേരുക എന്നത് സംബന്ധിച്ച് അത്രയധികം ഒരു അനിശ്ചിതത്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ യോഗം തന്നെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. സമീപകാലത്തൊന്നും തന്നെ രാവിലെ 10 മണിക്ക് ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗം മാറ്റിവെച്ച ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. അതിന് കൂടി ഒരു പ്രതിസന്ധിയിലേക്ക് CPI കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചു. അത്രമേൽ സമ്മർദ്ദം CPIയുടെ ഭാഗത്തു നിന്നും CPMന് മേലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അനുനയ സമവായ തീരുമാനത്തിലേക്ക് CPMും എത്തിയത്. ഏതായാലും സമീപകാലത്ത് നമ്മൾ കണ്ട ഏറ്റവും വലിയ ഇടതുമുന്നണിയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് സമാപനമാവുകയാണ്. ഇന്ന് 3:30 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ 4 മന്ത്രിമാരും പങ്കെടുക്കും. ഇന്ന് ഈ വിഷയങ്ങളൊന്നും തന്നെ ഏതായാലും മന്ത്രിസഭാ യോഗത്തിലേക്ക് വരികയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ 2-ാം തീയതി എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കാൻ എവൻ സ്മാരകത്തിലേക്ക് വന്ന ആളുകൾ എല്ലാവരും ഇതൊന്ന് കഴിയട്ടെ, ചർച്ച ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ, സെക്രട്ടറിയെ കാണാൻ പോകുന്നല്ലേ ഉള്ളൂ തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ചിഞ്ചുറാണി ആകട്ടെ, എല്ലാവരും അങ്ങനെ തന്നെയാണ്, പ്രകാശ് ബാബു എല്ലാവരും ആ പ്രതികരണം തന്നെയാണ് നടത്തിയത്.
ഈ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കുമെന്ന തീരുമാനം അനൌദ്യോഗികമായി ചില സോഴ്സുകളിൽ നിന്നാണ് വരുന്നത്. എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം CPI നേതാക്കൾ മാധ്യമങ്ങളെ കാണുമോ? എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം മന്ത്രി കെ രാജനും അതോടൊപ്പം തന്നെ പി പ്രസാദും എല്ലാം ഇവിടെ നിന്നും പോയിട്ടുണ്ട്. ഇനി CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുള്ള ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിൽ ഏതായാലും അതിന് ഇപ്പോൾ പെട്ടെന്ന് സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. യോഗം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാർക്ക് മറ്റ് പരിപാടികൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയുക. പക്ഷേ നേരത്തെ മന്ത്രിമാർ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒരു അനുകൂല സൂചനകൾ നമുക്ക് ലഭിച്ചു. കാരണം അവരുടെ എല്ലാം പ്രതികരണത്തിൽ മുൻപുണ്ടായിരുന്ന അത്രയധികം ഒരു കടുപ്പം ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ നേരത്തെ മന്ത്രി ശിവൻകുട്ടി ഇവിടെ സമവായ ചർച്ചയ്ക്ക് വേണ്ടി എത്തിയപ്പോൾ അതിനുശേഷം മന്ത്രി ജി അനിലിനോട് നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടേക്ക് ആരെങ്കിലും വന്നാൽ കാണാതിരിക്കാൻ പറ്റുമോ എന്നുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം വരാത്തത് സംബന്ധിച്ചുമൊക്കെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോഴുമെല്ലാം അതിരൂക്ഷമായിട്ടുള്ള വിമർശനം CPM-നെതിരെയും സർക്കാരിനെതിരെയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായി അത്തരത്തിലൊരു പ്രതികരണത്തിൽ നിന്നും ഒരു പിന്നോട്ട് പോക്ക് CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സമീപനമായിരുന്നു CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഒരു സമവായത്തിൻ്റെ പാതയിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നീങ്ങിയിരുന്നുവെങ്കിൽ ഇന്നലെ SFI തന്നെ കൃഷി വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള കാർഷിക സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തുന്നു. കാർഷിക സർവകലാശാലയിലേക്കുള്ള മാർച്ചിൽ വലിയ തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുന്നു. തിരുവനന്തപുരത്ത് വരെ അതിൻ്റെ തരത്തിലുള്ള സമരങ്ങൾ SFIയുടെ ഭാഗത്തു നിന്നും കണ്ടു. അതുകൊണ്ട് തന്നെ CPM-ഉം ഈ വിഷയം CPI കടുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവരും അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കാമെന്നൊരു മാർഗത്തിലേക്ക് കടന്നതോടുകൂടിയാണ് അത് കൂടുതൽ കൈവിട്ടു പോകും എന്ന് ഇടതുമുന്നണി നേതൃത്വത്തിന് ബോധ്യമായത്. അതുകൊണ്ട് തന്നെ അവർ ഒരു സമവായത്തിൻ്റെ പാതയിലേക്ക് ഇന്ന് തന്നെ എത്തണം എന്നുള്ള കാര്യം ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദേശീയ ജനറൽ സെക്രട്ടറിമാർ തന്നെ നേരിട്ട് പല ചർച്ചകൾക്കും ആശയവിനിമയങ്ങൾക്കും നേതൃത്വം നൽകിയത്. ദേശീയ നേതൃത്വം ഇടപെട്ടു. അതിനൊടുവിലാണ് ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരം ആകുന്നത്.